ഹായ്, ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ എങ്ങനെയാണ് ചെയ്യുക എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യമായി പവർ പോയിന്റ് ഓപ്പൺ ചെയ്താൽ കിട്ടുന്ന വിൻഡോ ആണ് സ്ക്രീനിൽ കാണുന്നത്. ഈ പേജിനെ നമ്മൾ സ്ലൈഡ് എന്നാണ് പവർ പോയിന്റിൽ പറയുക. എങ്ങനെയാണ് നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നതെന്ന് പവർ പോയിന്റിൽ പ്രസൻറ്റേഷൻ എങ്ങനെ പ്രസൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായി ആദ്യത്തെ സ്ലൈഡ് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇവിടെ സ്ലൈഡ് ഓപ്പൺ ചെയ്താൽ ഫസ്റ്റ് കാണുന്ന ലേഔട്ടാണിത്. ഇതിൽ ഏത് ലേഔട്ടാണോ വേണ്ടതെന്നുള്ളത് നമുക്കിവിടെ ലേഔട്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ കിട്ടുന്നതാണ്. ലേഔട്ട് ഓപ്ഷനിൽ സെലക്ട് ചെയ്യുക. ഇതിൽ ആവശ്യമുള്ള ലേഔട്ട് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. ആദ്യമായി ഞാൻ ഡീഫോൾട്ട് ലേഔട്ട് സെലക്ട് ചെയ്യുകയാണ്. ഇതിൽ ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ. ഇവിടെ എന്താണോ നമുക്ക് പവർ പോയിന്റിൻ്റെ ടൈറ്റിൽ വേണ്ടത്, നമ്മുടെ പ്രസൻറ്റേഷൻ്റെ ടൈറ്റിൽ വേണ്ടത് എന്നത് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് നമ്മുടെ ടൈറ്റിൽ കൊടുത്തു. എന്താണോ പ്രസൻറ്റേഷൻ്റെ പേര് എന്താണോ നമുക്ക് ഇതുപോലെ വേണമെങ്കിൽ നമുക്ക് അസൈൻമെൻറ്റ്സ്, പ്രോജക്റ്റ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുക. അത് നമുക്ക് ടെക്സ്റ്റ് ആവശ്യമുള്ള ടെക്സ്റ്റ് ടൈറ്റിൽ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഫോണ്ടിൻ്റെ സൈസ് മാറ്റാനും ഫോണ്ടിൻ്റെ സ്റ്റൈൽ മാറ്റാനുള്ള ഓപ്ഷനാണ് നമുക്ക് അടുത്ത് നോക്കാനുള്ളത്. ഇതിൽ കാണാം, ഈ ഓപ്ഷനിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ഫോണ്ട് സെലക്ട് ചെയ്തെടുക്കാം. തൊട്ടടുത്തായിട്ടുള്ളതിൽ നിന്ന് ഫോണ്ടിൻ്റെ സൈസ്, ഏത് സൈസാണോ ഫോണ്ട് വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഫോണ്ടിൻ്റെ കളർ സെലക്ട് ചെയ്യുക. ഫോണ്ടിൻ്റെ കളർ മാറ്റാൻ നമുക്ക് തൊട്ടപ്പുറത്തെ ഓപ്ഷൻ ഉണ്ട്. ഫോണ്ടിൻ്റെ കളർ ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ വേണമെങ്കിൽ അണ്ടർലൈൻ കൊടുക്കാം. ഷാഡോ വേണമെങ്കിൽ ചെറുതായിട്ടുള്ള ഷാഡോ വേണമെങ്കിൽ ഷാഡോ കൂടെ കൊടുക്കാം. നമ്മൾ മാറ്റം മനസ്സിലാവും. സെലക്ട് ചെയ്ത് ഷാഡോ ക്ലിക്ക് ചെയ്താൽ ഷാഡോ വേണമെങ്കിൽ കൊടുക്കാം. തൊട്ടിപ്പുറത്ത് കാണുന്നത് ഫോണ്ടിൻ്റെ ലെറ്റേഴ്സ് തമ്മിലുള്ള അകലമാണ്. അകലം ഏത് വേണമെന്ന് വെച്ചാൽ അത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. നോർമൽ വേണമെങ്കിൽ നോർമലായിട്ട് കൊടുക്കാം. ഇവിടെ വെരി ലൂസ് ഉണ്ട്. ഏത് ഓപ്ഷൻ ഏതാണോ വേണ്ടത്, വെരി ടൈറ്റ് ഉണ്ട്, കുറച്ചുകൂടെ അടുത്ത് നിൽക്കും. ഓപ്ഷൻ ഏതാണോ വേണ്ടത് ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മൾ കൊടുക്കാൻ നോർമൽ സെലക്ട് ചെയ്യുന്നു. അതിൽ സബ് ടൈറ്റിൽ എന്താണോ സബ് ടൈറ്റിൽ വേണ്ടത് അത് നമുക്ക് സബ് ടൈറ്റിൽ എഴുതും. സബ് ടൈറ്റിൽ കൊടുക്കാം. ഇതും സെയിം ഓപ്ഷൻ തന്നെ. ഫോണിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നെ അവിടെ ഉണ്ട്. ഫോണിൻ്റെ കളർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ബോൾഡ്, ഇറ്റാലിക് അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കുക. ഇവിടെ ടെക്സ്റ്റ് അലൈൻമെൻ്റ് ആണ് അടുത്ത തൊട്ടിപ്പുറത്തായി ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഏത് അലൈൻമെൻറ്റ് വേണോ ആ അലൈൻമെൻറ്റിന് നമുക്ക് ടെക്സ്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റും. ഏത് ടെക്സ്റ്റാണോ മാറ്റേണ്ടതെന്ന് വെച്ചാൽ ആ ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇതിൽ ആ ബോക്സിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റും. അതായത് മുകളിലേക്ക് നീക്കണം, എങ്ങനെ വേണമെങ്കിലും മൂവ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനും ഈ സ്ലൈഡ് പറ്റും. എങ്ങനെയാണ് സ്ലൈഡിന് കളർ ചെയ്യുന്നത്, അതായത് ഈ പേജിന് കളർ കൊടുക്കുന്നത് നോക്കാം. അതിനായി ഡിസൈൻ എന്ന മെനുവിൽ പോകാം. ഡിസൈൻ എന്ന മെനുവിൽ നിന്നും നമുക്കിവിടെ ഡീഫോൾട്ടായിട്ട് ഒരുപാട് കളേഴ്സ് ചെയ്തിട്ടുണ്ട്. അതിന് ഏത് കളറാണോ വേണ്ടത് ആ കളറിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ടെക്സ്റ്റിന് കളർ മാറും. ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. തിരികെ ഫോമിൽ വന്നിട്ട് അതിൻ്റെ അലൈൻമെൻറ്റിൽ മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താം. ഇങ്ങനെയാണ് സ്ലൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്ലൈഡ് ചെയ്യുന്ന ഓപ്ഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അങ്ങനെ അടുത്ത അനിമേഷൻ കൊടുക്കാവുന്നത് ഞാൻ അടുത്ത സ്ലൈഡിൽ പരിചയപ്പെടുത്താം. ഇനി നമുക്ക് സേവ് ചെയ്യണം. ഇത് സേവ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഹോം ബട്ടൺ. ഹോം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, സേവ് കൊടുക്കുക. എവിടെയാണോ നമുക്ക് പ്രസൻറ്റേഷൻ സേവ് ചെയ്യേണ്ടത്, ഡെസ്ക്ടോപ്പിൽ അതിനൊരു പുതിയ ഫോൾഡർ ഉണ്ടാക്കി സേവ് ചെയ്യാനാണെങ്കിൽ ഇത് ഞാൻ ചെയ്യുന്നു. ഓരോ സ്ലൈഡ് ചെയ്യുമ്പോഴും നമുക്ക് സേവ്, അതായത് ഇവിടെ കാണുന്ന സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ സിസ്റ്റം ഷട്ട് ഡൗൺ ആവുകയോ കറണ്ട് പോയിട്ട് സിസ്റ്റം ഫെയിലിയർ ആവുകയോ ചെയ്താൽ നമുക്ക് തിരിച്ചു വരുമ്പോൾ നമ്മൾ ചെയ്ത് അത്രയും കിട്ടണമെങ്കിൽ
എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് സേവ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇങ്ങനെയാണ് ഫസ്റ്റ് സൈഡ് ചെയ്യുന്നത്. ബാക്കി സൈഡുകൾ അടുത്ത ക്ലാസ്സിൽ. താങ്ക് യു.